ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഇവിടെ യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷി സാർ, എന്നെ കേൾക്കുന്ന ഈ വേദിയിലിരിക്കുന്ന മാതാപിതാക്കളെ, ബഹുജനങ്ങളെ, വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് ഇന്നിവിടെ ഒരു പൊതുസമ്മേളനത്തിലൂടെ ചർച്ചക്കെടുത്തിരിക്കുന്നത്. ഭരണഘടനാ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി വരുന്ന 2-3 ദിവസം നടക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ തന്നെ അതിഗുരുതരമായൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം ജനവിഭാഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രക്രിയയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമുക്കറിയാം. എന്തിനാണ് ഈ രാജ്യത്തൊരു വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കം നടക്കാൻ പോകുന്നത്? ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആദിവാസികൾക്കും ദളിതർക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കും എന്ത് ജനാധിപത്യ അവകാശമാണ് ഇവിടുത്തെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ പോകുന്നത് എന്ന മൗലികമായ ചോദ്യമാണ് ഈ സായം സന്ധിയിൽ നമുക്ക് ചോദിക്കാനുള്ളത്. വളരെ വിശദമായി തന്നെ സംവരണത്തിൻ്റെ രാഷ്ട്രീയം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജോഷി സാർ വിശദീകരിച്ചു കഴിഞ്ഞു. കേരള സംസ്ഥാനത്തിലെ സാമുദായിക സംവരണം എങ്ങനെയാണ് ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ തകർത്ത് കളഞ്ഞത് എന്ന വിഷയമാണ് അദ്ദേഹം വളരെ വിശദമായി ദേവസ്വം ബോർഡ് സംവരണത്തിൽ നടത്തിയ അട്ടിമറി സംബന്ധിച്ചുള്ള വിശദീകരണത്തിലൂടെ വ്യക്തമാക്കിയത്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ രാജ്യത്തെ സംഘടിത ജനവിഭാഗമല്ല എങ്കിലും ആദിവാസികളും ദളിതരും പിന്നോക്കവർഗ ജനവിഭാഗങ്ങളും മതന്യൂനപക്ഷങ്ങളും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന മൗലികമായ ചോദ്യം കൂടി നാം ഉന്നയിക്കേണ്ടതുണ്ട് എന്നും ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആരാധ്യനായ ജോഷി സാർ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഈ ചോദ്യം തന്നെയാണ് തെരുവിൽ നിന്നുകൊണ്ട് നാം ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ത്യ നിലനിൽക്കുമോ നിലനിൽക്കണയോ എന്നൊരു പ്രശ്നം തന്നെയാണ് ഈ കാലഘട്ടം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഇവിടുത്തെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിശിഷ്യ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അഖണ്ഡത കാത്തു സൂക്ഷിക്കാനായി അതിർത്തിയിലൊരു യുദ്ധത്തിൻ്റെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടി ഈ രാജ്യത്തിൻ്റെ ദേശാഭിമാനത്തെ ഉണർത്താൻ വേണ്ടി മോഡി ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ ആ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും കടക്കണിയിൽ നിന്നും കടക്കണിയിലേക്ക് പെടുത്തി ഈ രാജ്യത്തെ, അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വിഡ്ഢിത്തം നിറഞ്ഞ ഒന്നെന്നുള്ള നിലയിൽ ഡീമോണിറ്റൈസേഷൻ എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ മുദ്രകുത്തപ്പെടുകയും കാശ്മീരിലെ ഇടപെടൽ ഉൾപ്പെടെ അങ്ങേയറ്റം വിഡ്ഢിത്തപൂർണമായ ഒന്നാണ് എന്ന് ഒട്ടേറെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ദിവസങ്ങളിൽ
നിങ്ങളിവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, CPI, CPM, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ, സംഘപരിവാറിനെ പ്രതിനിധീകരിക്കുന്ന BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഞങ്ങളോട് എന്താണ് വാഗ്ദാനം ചെയ്യാനുള്ളത്? ജനാധിപത്യത്തിൻ്റെ അംശം എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് വാഗ്ദാനം ചെയ്യാനുണ്ടോ? 2 ദിവസം മുമ്പ് 5-ാം തീയതി ഒരു ദേശീയ ബന്ദ് ഡൽഹിയിൽ നിന്നും മേധാൻ അശോക് ഭാരതി തുടങ്ങിയ നേതാക്കൾ പ്രഖ്യാപിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ഏതാനും നാൾക്ക് മുമ്പ് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം ഈ രാജ്യത്തെ അട്ടിമറിക്കപ്പെട്ടപ്പോൾ, സുപ്രീം കോടതി അട്ടിമറിച്ചപ്പോൾ, ദേശീയ ഹർത്താൽ കോൾ ചെയ്ത, ഭാരത് ബന്ദ് കോൾ ചെയ്ത അതേ നേതൃത്വം തന്നെയാണ് 5-ാം തീയതി ഒരു ബന്ദ് കോൾ ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ആദിവാസികളുടെയും ദളിതരുടെയും പ്രശ്നം മുൻനിർത്തി ദളിത് പ്രസ്ഥാനങ്ങൾ ഒരു ബന്ദിനും ഒരു ദേശീയ പ്രക്ഷോഭത്തിനും ആഹ്വാനം നൽകുന്നത്. നിശ്ചയമായും ആ ബന്ദ് വടക്ക് കിഴക്കൻ മേഖലയിൽ മുഴുവൻ തന്നെ അഭൂതപൂർവമായി സ്വീകരിക്കപ്പെട്ടു. അല്ലെങ്കിൽ വെർച്വലി നഗരങ്ങൾ മുഴുവൻ സ്തംഭിച്ചു എന്നാണ് വാർത്തകളിലൂടെ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാരണം എന്താണ്? അഖിലേന്ത്യാ തലത്തിൽ സൗത്ത് ഇന്ത്യ ഉൾപ്പെടെ ആ ബന്ദ് വേണ്ടവണ്ണം സ്വീകരിച്ചിരുന്നില്ല. ബന്ദിൻ്റെ കോളാഹ്വാനം നമ്മൾ ഉൾപ്പെടെ അത് വേണ്ടവണ്ണം പരിഗണിച്ചില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതിന് നമ്മുടേതായ കാരണങ്ങളുണ്ട്. എന്തായാലും അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആദിവാസി സമൂഹം മുഴുവൻ തന്നെ ഒറ്റക്കെട്ടായി ആ ബന്ദിനോട് പ്രതികരിക്കേണ്ട ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പാകെ എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത്? ലക്ഷോപലക്ഷം വരുന്ന ആദിവാസികളെ വനമേഖലയിൽ നിന്നും മാറ്റിയോടിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയ 2006 വനാവകാശ നിയമം യാതൊരു എളുപ്പമില്ലാത്ത നിലയിൽ സുപ്രീം കോടതി അട്ടിമറിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയെ മാത്രം ഏകപക്ഷീയമായി ഏതെങ്കിലും തരത്തിൽ പഴി പറയാൻ ഞാനാണല്ല. കാരണം സുപ്രീം കോടതിയിൽ കഴിഞ്ഞ 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ ഹൈക്കോടതിയിൽ ഹാരിസൺ കേസുകൾ എങ്ങനെയാണോ തോറ്റുകൊടുക്കുന്നത്, സമാനമോ അതിനേക്കാൾ മ്ലേച്ഛമായ രീതിയിൽ കോടതിയിൽ ഹാജരാക്കാതിരിക്കുകയായിരുന്നു സർക്കാരിൻ്റെ സമുന്നതരായ പ്രതിനിധികൾ. 2006 വനാവകാശ നിയമം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി സാമ്രാജ്യത്വ ശക്തികൾ, കൊളോണിയൽ ശക്തികൾ ഇന്ത്യയിൽ അധിനിവേശം സ്ഥാപിച്ചതിന് ശേഷം വനവാസികളായ ആദിവാസികളുടെ അവകാശം അംഗീകരിക്കാതെ ഈ രാജ്യത്തെ വനങ്ങൾ മുഴുവൻ തന്നെ വെട്ടിവെളുപ്പാക്കി ടാറ്റയെപ്പോലുള്ള സ്റ്റേറ്റുകൾ, ഹാരിസനെ പോലെ സ്റ്റേറ്റുകൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ വനമേഖല മുഴുവൻ തന്നെ വെട്ടിപ്പിടിച്ച് ആധിപത്യം ചെലുത്തിയിരുന്ന കൊളോണി ശക്തികളുടെ നിയമം ആദിവാസികൾക്കൊരുതിൻ തന്നെ അവരുടെ അവകാശം അംഗീകരിക്കുന്ന തരത്തിലായിരുന്നില്ല. ഇക്കാര്യം മനസ്സിലാക്കുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ 1980 പാസ്സാക്കിയ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന് പോലും കഴിയാതെ പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1980 വനമേഖല മുഴുവൻ തന്നെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വനം കൂടുതൽ വെട്ടിവെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വനം നശിപ്പിക്കാതിരിക്കാനായിരുന്നു കൺസർവേഷൻ ആക്ട് 1980 പാസ്സാക്കുന്നത്. ആ കൺസർവേഷൻ ആക്ട് പാസ്സാക്കിയതിന് ശേഷം സുപ്രീം കോടതി നടത്തിയ ഒരു പ്രമാദമായ റൂളിങ്ങിൽ, പ്രത്യേകിച്ചും ഗുഡലൂർ സ്വദേശിയായ ഒരു കോവിലകംകാരൻ, ഗോദവർമ്മൻ തിരുവണ്ണപ്പാടെന്ന് പറയുന്നൊരു കോവിലകംകാരൻ നൽകിയ ഒരു പൊതു താൽപ്പര്യ ഹർജിയുടെ പേരിൽ സുപ്രീം കോടതി സുപ്രധാനമായ 2-3 നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. രാജ്യത്തുള്ള മരങ്ങൾ എവിടെയാണോ, വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് ഉൾപ്പെടെ വനത്തിൻ്റെ ഭാഗമാണ് എന്നും വനം വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ അംഗീകാരം വേണമെന്നും, വനം എന്ന് പറയുന്ന വിഷയത്തിൽ, സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് മാത്രം ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും, കേന്ദ്രവും സംസ്ഥാനവും കോടതിയുടെയും അറിവോടുകൂടി മാത്രമേ വനം വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പാടുള്ളൂ എന്ന സുപ്രധാനമായ ഒരു റൂളിംഗ് സുപ്രീം കോടതി നടത്തുകയുണ്ടായി. ആ റൂളിങ്ങിൻ്റെ ഭാഗമായി വനത്തിൽ അധിവസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ കൃഷി ഉൾപ്പെടെ ഉപജീവനാർത്ഥം അത് വിനിയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് കുറ്റകൃത്യമാണ് എന്നും
സുപ്രീം കോടതി കാണുകയുണ്ടായി. ചുരുക്കത്തിൽ അധിനിവേശ ശക്തികളുടെ അതേ രാഷ്ട്രീയ താല്പര്യം തന്നെ സുപ്രീം കോടതിയും സ്വീകരിക്കുകയുണ്ടായി എന്നുള്ളത് ഖേദകരമായൊരു വസ്തുതയായിരുന്നു. അതുകൊണ്ട് 1902 ശേഷം, വിശേഷിച്ച് 1902-3 കാലഘട്ടത്തിന് ശേഷം അഖിലേന്ത്യാ തലത്തിലെമ്പാടും ലക്ഷോപലക്ഷം ആദിവാസികൾ വനത്തിൽ നിന്നും കുടിയിറക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ ബ്രിട്ടീഷ് ഇന്ത്യയേക്കാൾ ഭയാനകമായ രീതിയിൽ കുടിയിറക്കം നടന്നപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭം ആദിവാസി പ്രസ്ഥാനങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2006 പാർലമെൻറ്റ് ഒരു വനാവകാശ നിയമം പാസ്സാക്കാൻ നിർബന്ധിതമായത്. കേരളവും മുത്തങ്ങയിലൂടെ നാം ദർശിച്ച സമരം ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് വിശദീകരിക്കുന്നതിൽ തികച്ചും ന്യായമാണ്. കാരണം 2003 നടന്ന മുത്തങ്ങ സമരത്തിന് ശേഷം 2004 ദർബനിൽ നടന്ന ഒരു സാർവദേശീയ കോൺഗ്രസിൽ IUCN ഒരു സമ്മേളനത്തിൽ ജാനു അവതരിപ്പിച്ചിരുന്ന ഗോത്രമഹാസഭയും ഇന്ത്യയിലെ ആദിവാസികളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അവതരിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രബന്ധം വനത്തിൽ ജീവിക്കുന്ന വനത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിവർഗങ്ങൾക്കും മനുഷ്യനുൾപ്പെടെ വനത്തോടൊപ്പം സഹവർത്തിത്വം പുലർത്താനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരു തീമായിരുന്നു എന്ന് ചർച്ച ചെയ്തിരുന്നു. അന്തർദേശീയ തലത്തിൽ അങ്ങനെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം, ഒരു പാരിസ്ഥിതിക ദർശനം, മനുഷ്യനും പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങൾക്കും വനത്തോടൊപ്പം പ്രകൃതിയോടൊപ്പം ജീവിക്കാനുള്ള മൗലികാവകാശമുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയം ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിക്കപ്പെടുകയായിരുന്നു 2006 ആ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിലൂടെ ഉണ്ടായിരുന്നത്. ആ നിയമമാണ് സുപ്രീം കോടതിയിൽ ഏതാനും റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, അംബാനിമാർക്കും ബിർളയ്ക്കും അതുപോലുള്ള വമ്പൻ കോർപ്പറേറ്റുകൾക്കും വേണ്ടി അവർ ഈ നിയമത്തിൻ്റെ സാധുത ചെയ്തുകൊണ്ട്, അതിൻ്റെ വാലിഡിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് നിയമം എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ 1 വർഷം മുമ്പ് കേസ് ഫയൽ ചെയ്തിരുന്നു. അതിൻ്റെ ഹിയറിംഗ് വേളയിൽ ആവർത്തിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അനുരാജയുൾപ്പെടെ നിരവധി ആളുകൾ കത്ത് നൽകിയുണ്ടായി. എന്തുകൊണ്ടാണ് BJP ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വേണ്ടവണ്ണം ഒരു നിയമയുദ്ധം നടത്താൻ, ഒരു പ്രതിരോധത്തിന് വേണ്ടി വക്കീലന്മാരെ ചുമതലപ്പെടുത്താത്തത്? ആവർത്തി ചോദ്യം ചെയ്തിട്ടും പരിസ്ഥിതി മന്ത്രാലയം പട്ടികവർഗ മന്ത്രാലയത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട്, അവരുടെ ഇടപെടലിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ആ കേസിൽ വേണ്ടവണ്ണം ഹാജരായില്ല സുഹൃത്തുക്കളെ. കാരണം എന്താണ്? കാരണം വളരെ നിസ്സാരമാണ്. ഇന്ത്യയെ മുഴുവൻ തന്നെ കാർന്നു തിന്നുകൊണ്ട്, ഇന്ത്യയിലെ വനമേഖലകൾ മുഴുവൻ തന്നെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് വനസംരക്ഷകരല്ല സുഹൃത്തുക്കളെ. അംബാനിമാരെ പോലെയുള്ള വമ്പൻ കുത്തകൾക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ, അതായത് ഗോദവർമൻ തിരുമുൽപ്പാടിൻ്റെ കേസിന് ശേഷം സുപ്രീം കോടതി നടത്തിയ ഈ സുപ്രധാന വിധിക്ക് ശേഷം, റൂളിങ്ങിന് ശേഷം ആയിരക്കണക്കിന് ഏക്കർ വനഭൂമിയാണ് സുഹൃത്തുക്കളെ കോർപ്പറേറ്റുകൾക്ക് കൈമാറിക്കൊണ്ടിരുന്നത്. ഇന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ കോർപ്പറേറ്റുകളുടെ ഒരു ഫെസിലിറ്റേറ്റർ റോൾ മാത്രമാണ്, ഒരു ഏജൻസി റോൾ മാത്രമേ വഹിക്കുന്നുള്ളൂ. പാരിസ്ഥിതിക ആഘാത പഠനം പോലും നടത്താതെ വനഭൂമിക്ക് വില പറഞ്ഞ് അവർ വൻകിട കുത്തുകൾക്ക് വേണ്ടി, ബോക്സൈറ്റ് അലുമിനിയം മൈനിങ്ങിന് വേണ്ടി, ഇരുമ്പ് മൈനിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റ് ധാതുലവനങ്ങളുടെ മൈനിങ്ങിന് വേണ്ടി ഇന്ത്യയിലെ വനമേഖലകൾ മുഴുവൻ തന്നെ തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2016 പാർലമെൻറ്റ് മറ്റൊരു നിയമം പാസ്സാക്കിയുണ്ടായി സുഹൃത്തുക്കളെ. ക്യാമ്പ ആക്ട് എന്നാണ് അതിന് പറയുന്നത്. ക്യാമ്പ ആക്ട്, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് ആക്ട്. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് ആക്ട്. എന്താണ് ഈ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ? കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, അഫോറസ്റ്റേഷൻ വനം വെട്ടിവെളിപ്പാക്കുന്നതിന് പകരമായി വനവൽക്കരണം നടത്താനുള്ള ഒരു ഉപാധിയാണ് ഈ ആയിട്ടാണത് കണക്കാക്കുന്നത്. 2004 മുതൽ 2012-13 കാലഘട്ടം വരെ, ഏറ്റവും ചുരുങ്ങിയ ഒരു ദശകക്കാലത്തിനുള്ളിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രലി എൻപവേർഡ് കമ്മിറ്റി എന്ന് പറയുന്നൊരു ബ്യൂറോക്രാറ്റിക് സംവിധാനമുണ്ട് സുഹൃത്തുക്കളെ. CEC എന്ന ഓമന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഈ CEC എന്ന് പറയുന്ന ഓമന പേരിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന മോഡി സർക്കാരും വൻകിട കുത്തുകളും തമ്മിലുള്ള കരാർ ഒപ്പുവെക്കുന്ന ഒരു വേദിയാണ്. എത്ര കോടി രൂപ
നിങ്ങൾ ഇത്ര ഏക്കർ വനഭൂമിക്ക് കൈമാറും. അത് തീരുമാനിക്കുന്ന ഏജൻസിയാണ് CEC. അങ്ങനെ വൻകിട കുത്തകൾക്ക് ഭൂമി കൈമാറിയതിൻ്റെ പേരിൽ, വനഭൂമി കൈമാറിയതിൻ്റെ പേരിൽ 2004-നും 2012-13 കാലത്തിനിടയിൽ 25,000 ലക്ഷം കോടി രൂപ 25,000 ലക്ഷം കോടി രൂപ സുപ്രീം കോടതിയുടെ അണ്ടറിലുള്ള കീഴിലുള്ള CEC-യുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഇത്രയും വനഭൂമി ഈ BJP ഗവൺമെൻറ് തെരഞ്ഞെടുപ്പെടുക്കാൻ പോകുന്ന സംവരണ ബിൽ നിയമം റദ്ദാക്കിയതോടുകൂടി സാമുദായിക സംവരണവുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റിൽ നിയമ ഭേദഗതി സാർ ഇവിടെ വിശദീകരിച്ച് നടത്തുന്നതിന് തൊട്ട് മുമ്പ് 148 ക്ലിയറൻസുകളാണ് കുത്തകൾക്ക് വനഭൂമി കൈമാറുന്നതിന് BJP ഗവൺമെൻറ് ഒറ്റ രാഖ്യരാമാനം ഉത്തരവ് നൽകി. നാം സാധാരണക്കാരെന്താ അറിയുന്നില്ല സുഹൃത്തുക്കളെ. യാതൊരു പരിശോധനയില്ലാതെ മുമ്പ് ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. പരിസ്ഥിതി ആഘാത പഠനം, സംസ്ഥാനത്തിൻ്റെ അറിവ് വേണം, അങ്ങനെ. ഇപ്പോൾ അതൊന്നും വേണ്ട. ബന്ധപ്പെട്ട സംസ്ഥാനത്തിലെ ജില്ലാ കലക്ടർ ഒരു ഇൻഡാസ് കൊടുത്താൽ ഏത് കോർപ്പറേറ്റിനും ഈ CEC ഭൂമി നൽകും. സുഹൃത്തുക്കളെ, 25,000 ലക്ഷം കോടി രൂപയാണ് ഈ വനം വെട്ടിവെളിപ്പാക്കിയതിൻ്റെ പേരിൽ സുപ്രീം കോടതിയുടെ അറിവോടുകൂടി ഇങ്ങനെ വൻകിട കുത്തകളുടെ കയ്യിൽ നിന്നും ഇവർ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഖജനാവിൽ 25,000 ലക്ഷം കോടിയാണ് വീണിരിക്കുന്നത് എങ്കിൽ ഇവൻ്റെയൊക്കെ പോക്കറ്റിൽ എത്തുകയാണ് വീണിരിക്കുക എന്നത് നിങ്ങൾ ആലോചിച്ചു സുഹൃത്തുക്കളെ. വേദാന്ത എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഒറീസയിൽ നടത്തിയിരുന്ന വൻപൻ മൈനിങ്ങിൻ്റെ പേരിൽ കോടികളുടെ രൂപയാണ്. നവീൻ പട്നായിക്കിൻ്റെ കാലഘട്ടം മുതൽ അവർ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമടക്കുകളായി കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ പരിശോധിക്കേണ്ടത് രാജ്യത്തെ വനമേഖല മുഴുവൻ തന്നെ ശോഷിച്ചു വരുന്നതിൻ്റെ കാരണം പഴയ പോലുള്ള സാധാരണ ലോക്കൽ ഭൂവുടമകളുടെ കയ്യേറ്റമല്ല സുഹൃത്തുക്കളെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ കരിങ്കൽ കോറികൾ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ദേശീയ തലത്തിൽ ഈ വനമേഖലയിലേക്ക് ഭീഷണിയായിരിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളുടെ കൊള്ളയാണ്. അത് വേദാന്തയായിരിക്കാം, ആദിത്യ ബിർളയായിരിക്കാം, പോക്സോ പോലെയുള്ള കമ്പനികളായിരിക്കാം. അതിന് തടസ്സം നിൽക്കുന്ന ഈ രാജ്യത്തെ ഒരു സുപ്രധാനമായ നിയമമായിരുന്നു 2006 വനാവകാശ നിയമം. എന്താണ് മൈനിങ്ങിൻ്റെ ഫലം? ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു യുവാവ് മാവോയിസ്റ്റ് എന്നുള്ള പേരിൽ ആരോപിച്ച് വെടിവെച്ചു കൊല്ലുകയുണ്ടായി പിണറായി സർക്കാർ. അങ്ങേറ്റം നിർലജ്ജമായ ഒരു യുവാവിനെ വെടിച്ചു കൊന്നിരിക്കുന്നു. എന്തിൻ്റെ പേരിലാണ്? മാവോയിസ്റ്റിനെ വെടിവെച്ചു കൊന്നു എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. കേരളം മുഴുവൻ തന്നെ, കേരളത്തിലെ എയർപോർട്ടുകളും ഈ പറയുന്ന തുറമുഖങ്ങളെല്ലാം തന്നെ അദാനിക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കേരളം. ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിക്കുന്ന ഈ നാട്ടിൽ എന്താണ് മോഡിയിൽ നിന്ന് ഭിന്നമായി പിണറായി സർക്കാരിന് പറയാനുള്ള ഒരു വികസന തന്ത്രം? മോഡിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ രാജ്യത്ത് മാവോയിസ്റ്റുകൾ അങ്ങ് ശക്തിപ്പെടുന്നു എന്നുള്ള പേരിൽ യുവാക്കളെ വെടിവെച്ച് കൊല്ലുകയാണ്. മാവോയിസ്റ്റ് അനുഭാവിയായിരിക്കാം, പക്ഷേ അയാളെ വെടിവെച്ച് കൊല്ലാനുണ്ടായിരുന്ന യാതൊരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. വയനാടിൻ്റെ ഈ പ്രളയ കാലഘട്ടത്തിൽ വയനാടിനെ മുഴുവൻ തകർത്തത് ഇവിടുത്തെ റിസോർട്ട് ലോബികളാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ റിസോർട്ട് ലോബി എടുത്ത് ചെന്ന് പണപ്പിരിവ് ചോദിച്ചു എന്നാണ് ആ പയ്യൻ്റെ പേരിലുണ്ടായിരുന്ന ആരോപണം. എന്താ, ഇവരാരും പണപ്പിരിവ് നടത്താറില്ലേ? ആദിത്യ ബിർളയുടെ പേരിൽ നവീൻ പട്നായിക്ക് 10,000 കോടി ബില്യൺ ഡോളറിൻ്റെ പേരിലുണ്ടായിരുന്ന അലൂമിനിയം മൈനിങ്ങിൻ്റെ പേരിൽ അതിൻ്റെ 30% കമ്മീഷൻ വാങ്ങിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം സുഹൃത്തുക്കളെ. ഞാനെന്തായാലും സംസാരിച്ച് കാട് കയറുന്നില്ല. ഈ മാവോയിസ്റ്റുകൾ എങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ ഛത്തീസ്ഗഡിലും ഒറീസയിലും ദണ്ഡകാരണ്യ മുഴുവൻ മേഖലയിലും മാവോയിസം ശക്തിപ്പെടുന്നുണ്ട് എങ്കിൽ ആദിവാസികളെ വനമേഖലയിൽ നാട്ടിയോടിച്ച് രാജ്യത്തെ ധാതുലവണങ്ങൾ മുഴുവൻ തന്നെ കുഴിച്ചെടുത്ത് പിഴുതെറിയപ്പെടുന്ന മനുഷ്യർ ഈ പറയുന്ന കാട്ടിലുള്ള സങ്കേതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മാവോയിസ്റ്റുകളുടെയും ഭരണകൂടത്തിനും ഇടയിൽപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവർ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഈ രാജ്യത്തെ മോഡിയുടെയും തദ്ദേശീയ സംസ്ഥാന സർക്കാരുകളുടെയും
ആയുധധാരികളായ പോലീസിൻ്റെ അല്ലെങ്കിൽ തണ്ടർ ബോൾട്ട് പോലുള്ള സൈന്യങ്ങളുടെ, സാൽവാജൂതം പോലുള്ള ആർമികളുടെ ഇരയാക്കപ്പെടുകയാണ് ആദിവാസികൾ. മറുവശത്ത് മാവോയിസ്റ്റുകളുടെയും ഭീഷണിയിലാണവർ. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വേണ്ടി, ഇന്ത്യയിലെ വനമേഖല മുഴുവൻ തീർന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ഇന്ത്യ ചരിത്രം കണ്ട, ഇന്ത്യയിലെ ജനാധിപത്യ സംഹിത കണ്ട ഏറ്റവും ഉന്നതമായൊരു നിയമം 2006 വനാവകാശ നിയമം ഇവിടെ നിർലജ്ജം അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ നിയമത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനാധിപത്യ സർക്കാരുകൾ ഇപ്പോൾ കൈമലർത്തി കാണിക്കുകയാണ്. ഞങ്ങളിവിടെ നടപ്പാക്കില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ 800 ആദിവാസികളല്ലേ ഉള്ളൂ ഇങ്ങനെ കുടിയിറക്കപ്പെടാൻ. മൗലികമായ പ്രശ്നം അതല്ല സുഹൃത്തുക്കളെ. വ്യക്തമായ ഒരു കോർപ്പറേറ്റ് വിരുദ്ധ നിലപാടുണ്ട് എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ ഇടത് വലത് പ്രസ്ഥാനങ്ങളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മോഡിയുടെ കോർപ്പറേറ്റ് രാജിനെതിരെ ആദിവാസികളുടെ നിലനിൽപ്പിന് വേണ്ടി, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി രംഗത്ത് വരണം എന്നാണ് പറയാനുള്ളത്. ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ സുഹൃത്തുക്കളെ. കാശ്മീരികൾക്കെതിരെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ജനങ്ങളില്ലാത്തൊരു അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ് ഇവർ എന്താണ് പറയേണ്ടത്, ഇവർ വലിയ വലിയ ദേശസ്നേഹം പറയുന്നത്. അടുത്ത കാലത്ത് ഒരു അന്തർദേശീയ ബുദ്ധിജീവി ചോദിക്കേണ്ടായി, ഇന്ത്യയിലെ ജനങ്ങൾ വേണ്ട ഇവർക്ക് അഖണ്ഡത മാത്രം മതി. ഈ രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും ഇല്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാൻ സാധ്യതയുണ്ടോ? ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളായ ആദിവാസികളെയും ദളിതരെയും പിന്നോക്കക്കാരനെയും മതന്യൂനപക്ഷക്കാരനെയും നിങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ രാജ്യം ശിഥിലമായി പോകും സുഹൃത്തുക്കളെ. ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്ന ഒരേ ഒരു ഘടകം ജനങ്ങളുമായി ഉണ്ടാക്കിയ ഒരു കരാർ എന്നുള്ള നിലയിൽ വി ദ പീപ്പിൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭരണഘടനയാണ്. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ മർദ്ദിത ജനകോടികൾക്കും ഇടം നൽകുന്ന, അവരുടെ അഭിവാഞ്ചകൾക്കിടം നൽകുന്ന ഒരേ ഒരു സംഹിതയാണ് ഭരണഘടന. അത് ഈ രാജ്യത്ത് തകർക്കപ്പെട്ടാൽ ഈ രാജ്യം ശിഥിലമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. ജനങ്ങളില്ലാതെ ജനാധിപത്യം നിങ്ങൾക്ക് സാധ്യമല്ല. ആ നിലയിലാണ് സംവരണത്തെയും ആദിവാസി പ്രശ്നത്തെയും മതന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ നമുക്ക് ചർച്ച ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ അംബേദ്കറിൻ്റെ സാമൂഹ്യ ജനാധിപത്യ സങ്കല്പം ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക സുഹൃത്തുക്കളെ. ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ജനാധിപത്യം അത് മുതലാളിത്ത ജനാധിപത്യമാകട്ടെ, സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ തകർന്നുപോയ ജനാധിപത്യമാകട്ടെ, ജനാധിപത്യ സംഹിതകൾക്ക് നിലനിൽക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് എങ്കിൽ ഓരോ ജനാധിപത്യ രാജ്യങ്ങളിലും മർദ്ദിത ജനവർഗങ്ങളുടെ, നിസ്സവർഗങ്ങളുടെ അല്ലെങ്കിൽ വംശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധാനം സാധ്യമായേ മതിയാകൂ. പ്രതിനിധാനമില്ലാത്ത ഒരു ഭരണകൂടത്തിനും, മർദ്ദിത വർഗങ്ങളുടെ പ്രതിനിധാനമില്ലാത്ത ഒരു ഭരണകൂടങ്ങൾക്കും നിലനിൽക്കാൻ അവകാശമില്ല സുഹൃത്തുക്കളെ. വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ത് സംഭവിച്ചു? വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായ സോവിയറ്റിന് എന്ത് സംഭവിച്ചു എന്ന് മാർക്സിസത്തിൻ്റെ വക്താക്കളായി അവകാശപ്പെടുന്നവർ ചിന്തിച്ചേ മതിയാകൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ അംബേദ്കർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ, സംവരണത്തിൻ്റെ രാഷ്ട്രീയം എന്ത് മനസ്സിലാക്കാൻ, ഞാനതിൻ്റെ പട്ടികജാതിക്കാരൻ്റെയും ബ്രാഹ്മണൻ്റെയും പ്രതിനിധാനത്തെക്കുറിച്ച് പറയുന്നതിന്, എണ്ണത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ വ്യക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട കാലഘട്ടമാണ്. കാരണം ഇന്ത്യ ഒരു സവർണ ഫാസിസ്റ്റ്, ഒരു ഹിന്ദു ഫാസിസ്റ്റ് ഭരണകൂടത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തർക്കം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡി ജയിച്ചാലും ഇല്ലെങ്കിലും ഹിന്ദു ഫാസിസം, സവർണ ഫാസിസം ഒരു ദുർഭൂതം പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം എന്താണ്? മോഡി പ്രതിനിധാനം ചെയ്യുന്ന സവർണ ഹിന്ദു ഫാസിസത്തെ, സംഘപരിവാർ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ CPIയോ, എന്തിനധികം പറയുന്നു ബഹുജൻ സമാജന എന്ന് പ്രതിനിധാനം ചെയ്യുന്ന BSP പോലും അശക്തമാണ് എന്നാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് മുന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം നൽകിക്കൊണ്ടുള്ള, പരിരക്ഷ നൽകിക്കൊണ്ടുള്ള, ഭരണഘടന ഭേദഗതി നടത്തിക്കൊണ്ടുള്ള പാർലമെൻറ്റ് തീരുമാനത്തിലൂടെ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. അത് കേവലം പട്ടികജാതിക്കാരുടെയോ പട്ടികവർഗക്കാരുടെയോ പിന്നോക്കക്കാരുടെയോ
തൊഴിലിൻ്റെ എണ്ണത്തിൻ്റെ പ്രശ്നമല്ല. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ പ്രബലമായി നിൽക്കുന്ന പല സമുദായ പ്രസ്ഥാനങ്ങളും, നിങ്ങളൊരു പക്ഷേ KPMSൻ്റെ മെമ്പറായിരിക്കാം, അല്ലെങ്കിൽ സംഭവ സഭയുടെ മെമ്പറായിരിക്കാം, പല ഏതെങ്കിലും CSDSൻ്റെ മെമ്പർമാരായിരിക്കാം. ഇതിനൊരു ജനാധിപത്യ പ്രശ്നം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയെന്നില്ലാതിരിക്കട്ടെ, നമ്മുടെ നാട്ടിലെ പ്രബല സമുദായ പ്രസ്ഥാനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു തൊഴിലിൻ്റെ എണ്ണം മാത്രമല്ല. ഞാൻ ജോഷി സാർ പറഞ്ഞ വിശകലനത്തെ കുറക്കാൻ വേണ്ടിയല്ല പറയുന്നത്, അതിന് പൂരകമായി അതിൻ്റെ രാഷ്ട്രീയം ഞാനിവിടെ പറയാനാണ് ശ്രമിക്കുന്നത്. ഇത് എണ്ണത്തിൻ്റെ പ്രശ്നമല്ല സുഹൃത്തുക്കളെ. മൗലികമായും ഭരണഘടന മുന്നോട്ട് വച്ചിരുന്ന ഡോക്ടർ BR അംബേദ്കർ അരനൂറ്റാണ്ടോളം പ്രക്ഷോഭം നടത്തി യുദ്ധം ചെയ്ത് പ്രശ്നവൽക്കരിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാതലായി അംഗീകരിക്കപ്പെട്ടൊരു വിഷയം. ഒരു സാമൂഹ്യ ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമെങ്കിൽ സമത്വം എന്ന് പറയുന്നൊരു വിഷയം മുഖ്യമായും ഒരു ജനാധിപത്യ സംഹിത എടുക്കേണ്ടതുണ്ട്. വൈദേശിക മുതലാളിത്ത രാജ്യങ്ങളിലെ മുതലാളിത്ത ജനാധിപത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനത്തിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ അദ്ദേഹം രൂപപ്പെടുത്തുന്നത്. ഗാന്ധിജിയുമായുള്ള സംവാദത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള സംവാദത്തിലും 1920 മുതൽ തന്നെ അദ്ദേഹം വളരെ കൺസിസ്റ്റൻ്റായി, വളരെ സുസ്ഥിരതയോടുകൂടി അക്കാര്യം പറയുകയുണ്ടായി. ജാതി ജനശീകരണം എന്ന് പറയുന്ന ഗ്രന്ഥവും ചെറിയ ലഘുലേഖ ഒരിക്കലും പ്രസംഗിക്കപ്പെടാതെ പോയ പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനമായി പറയുന്നത്, നിങ്ങളൊരു രാഷ്ട്രീയ വിപ്ലവമാണ് പ്രതിനിധാനം ചെയ്യുന്നെങ്കിൽ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ കടമ നിങ്ങൾ ഏറ്റെടുക്കാത്തിടത്തോളം ഇന്ത്യയിൽ ജനാധിപത്യം പുലരില്ല എന്നാണ് പറയുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ തുടക്കകാലത്ത് തന്നെ സാമൂഹിക വിപ്ലവം എന്ന് പറയുന്ന, സോഷ്യൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കടമ കൈയൊഴിഞ്ഞു പോയി എന്നതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. പിൽക്കാലത്തും ഗാന്ധിക്കെതിരെ അദ്ദേഹം നടത്തുന്ന എല്ലാ വിമർശനങ്ങളിലും മുഖ്യമായും ഉന്നയിച്ചു കൊണ്ടുവരുന്നത് അതായിരുന്നു. 50 വർഷക്കാലത്തെ ദീർഘമായ യുദ്ധം, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന യൂറോപ്യൻ സംജ്ഞകൾ മുതലാളിത്ത ജനാധിപത്യത്തിൽ വലിയ വലിയ റൂസോയെപ്പോലുള്ള ചിന്തകന്മാർ സാമാന്യവൽക്കരിച്ച തത്വം ശരിയായിരിക്കാം. പക്ഷേ സമത്വമില്ലാത്തടുത്ത് സാഹോദര്യം സാധ്യമല്ല സുഹൃത്തുക്കളെ. സമത്വമില്ലാത്തടുത്ത് ഫ്രീഡം എന്ന് പറയുന്നതും സാധ്യമല്ല. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ മൗലികമായ ചോദനകൾ അടങ്ങിയിരിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ നിരന്തരം അഴിച്ചുപണിയാണ്. സാമൂഹ്യ ബന്ധങ്ങളുടെ നിരന്തരമുള്ള അഴിച്ചുപണിയാണ് വിപ്ലവങ്ങൾക്ക് കാരണമാകുന്നത്. ഒരു പൊതുതത്വമാണ്. കമ്മ്യൂണിസ്റ്റുകൾ സാമാന്യനെ അംഗീകരിക്കുന്നൊരു തത്വമാണത്. ആ തത്വത്തെ ഏറ്റവും നന്നായി ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് മഹാനായ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ മുതലാളിത്തങ്ങളെല്ലാം തന്നെ വളരെ വേഗം ഫാസിസത്തിലേക്ക് പോകാൻ കാരണം, വിശേഷിച്ചും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഈ പറയുന്ന ജനാധിപത്യ ക്രമങ്ങൾ ഫാസിസമായി പോയത് ജർമ്മനിയാകട്ടെ, മുസോളിനിയാകട്ടെ, സാർ ചക്രവർത്തിയാകട്ടെ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും ഫാസിസത്തിലേക്ക് പോകാൻ കാരണം അവിടുത്തെ മർദ്ദിത ജനവർഗങ്ങൾക്ക്, വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമുള്ള പ്രതിനിധാനം രാഷ്ട്രീയത്തിൽ നൽകാത്തതാണ് എന്ന് അംബേദ്കർ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് ജനാധിപത്യം പുലരണമെങ്കിൽ, ഒരു ആധുനിക ജനാധിപത്യ സംഹിത രൂപപ്പെടണമെങ്കിൽ മർദ്ദിത ജനവർഗങ്ങൾക്ക് പ്രതിനിധാനം ആവശ്യമുണ്ട്, ന്യായമായ പ്രതിനിധാനം. ആംഗ്ലോ ഇന്ത്യൻ ജനവിഭാഗങ്ങളുടെ പ്രതിനിധാനത്തെക്കുറിച്ച് സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ വിഭാഗം എണ്ണം പോലും പരിഗണിക്കാതെ അവർക്ക് പ്രതിനിധാനം നൽകിയിരുന്നു സുഹൃത്തുക്കളെ. ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധാനം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഭൂരിപക്ഷത്തിന് അവകാശമില്ല, അത് ന്യൂനപക്ഷത്തിന് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്നായിരുന്നു അംബേദ്കറിൻ്റെ നിലപാട്. കാരണം ന്യൂനപക്ഷത്തെ ഒരിക്കലും പ്രതിനിധാനം ചെയ്യാൻ ഭൂരിപക്ഷത്തിന് സാധ്യമല്ല. അവസരത്തിലേക്ക് ഞാൻ ദീർഘമായി കടക്കുന്നില്ല. എന്തായാലും ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയുടെ കാലഘട്ടത്തിൽ അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചും അല്ലാതെയും ബ്രിട്ടീഷുകാരെ സ്വാധീനം ചെലുത്തിയും വട്ടമേശ സമ്മേളനങ്ങളുടെ യുദ്ധം ചെയ്തുമെല്ലാം തന്നെ അദ്ദേഹം പ്രധാനമായും ഫൈറ്റ് ചെയ്ത മൗലികമായ പ്രശ്നം സമത്വം എന്ന് പറയുന്ന ജനാധിപത്യ സംഹിതയെ മുന്നോട്ട് കൊണ്ടുവരികയും ഇന്ത്യയിലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ സമത്വാവകാശത്തിന് വേണ്ടി ഉള്ള തത്വങ്ങളും ആവശ്യങ്ങളുമായിരുന്നു അരനൂറ്റാണ്ടിലേറെ കാലഘട്ടം അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്.
അതുകൊണ്ട് നിയമമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും ഇന്ത്യയിലൊരു സമ്പൂർണ്ണ ജനാധിപത്യം നിലവിൽ വന്നു എന്ന് അംബേദ്കർ വിശദീകരിക്കുന്നില്ല സുഹൃത്തുക്കളെ. ഇന്ത്യൻ ജനാധിപത്യം എപ്പോഴും വേണമെങ്കിലും പരാജയപ്പെട്ടു പോകാം എന്ന് അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെയും ഇന്ത്യയിൽ യഥാർത്ഥ ജനാധിപത്യം സാധ്യമാകണമെങ്കിൽ പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയം വികസ്വരമായിക്കൊണ്ടിരിക്കണം. എന്താണ് പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയം? സമത്വാവകാശം എന്ന് പറയുന്നത് ഭരണഘടനയിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ള മാത്രമല്ല, സമത്വാവകാശത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാകണം. ഭൂമിയുടെ വിഷയത്തെ അദ്ദേഹം അങ്ങനെയാണ് ഇത് കണ്ടിരുന്നത്. ഭൂമി സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥയിലാകുമ്പോൾ തന്നെ ഈ ആര്യാവർത്തത്തിന് പുറത്തുള്ള നാം പറയുന്ന ഡിപ്പസ് ക്ലാസ് എന്ന് പറയുന്ന വർഗ്ഗക്കാർക്ക് മുഴുവൻ തന്നെ ഭൂമി നൽകി പ്രത്യേക പ്രദേശങ്ങൾ ഉണ്ടാക്കണമെന്ന് അംബേദ്കർ പറയുകയുണ്ടായി. പ്രത്യേക വാസസ്ഥലമുണ്ടാക്കുന്ന പറയുകയുണ്ടായി. ഘട്ടോവൽക്കരണമാണ് സുഹൃത്തുക്കളെ. ഇന്ന് കേരളത്തിൽ 1,00,000-ലധികം കോളനികളുണ്ട്. പിണറായി സർക്കാർ ഉൾപ്പെടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടോകൾ തന്നെയാണ്. 36,000 വരുന്ന പട്ടികജാതി കോളനികൾ, 26,000-ഓളം വരുന്ന പട്ടികജാതി കോളനികൾ, 8,000-ഓളം വരുന്ന ആദിവാസി കോളനികൾ, ഒരുപാട് ചേരികൾ, തോട്ടം തൊഴിലാളികൾ ലയങ്ങളെല്ലാം കൂടി, 1,00,000 വീട് കോളനികളെല്ലാം കൂടി ഏതാണ്ട് ഒരു 10 വർഷത്തെ കണക്ക് പറഞ്ഞാൽ 1,00,000-ലധികം കോളനികളും ചേരികളിലുണ്ട്. ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ഈ ഘട്ടോവൽക്കരണം എന്ന് പറയുന്നത് അതല്ലാതെ മറ്റൊന്നുമല്ല, ജാതി അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോളനികളാണ്. പുലയനൊരു കോളനി, പറയലിനൊരു കോളനി, ഉള്ളാടനൊരു കോളനി, കണക്കനൊരു കോളനി, ആദിവാസികൾക്ക് ഒരു കോളനി, പണിയനൊരു കോളനി, അടിയനൊരു കോളനി, അവൻ 3 സെൻറ്റ് പോലും പാടില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഈ ജാതി കോളനികളുടെ രാഷ്ട്രീയം. ജാതി കോളനികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് 1920 മുതൽ ബ്രാഹ്മണനുണ്ടാക്കുന്ന ഘട്ടോവൽക്കരണത്തിൻ്റെ സന്തതിയല്ല എന്നല്ല സുഹൃത്തുക്കളുമല്ല. ഈ ഘട്ടോവിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അവർക്ക് ഭൂമി നൽകി പ്രത്യേക പ്രദേശങ്ങളുണ്ടാക്കണം എന്ന് തന്നെ ഡോക്ടർ അംബേദ്കർ ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രക്ഷോഭത്തിൽ അതൊരു മുഖ്യ അജണ്ടയായി ഒരു പക്ഷേ എടുത്തിരിക്കാനിടയില്ല. പക്ഷേ എങ്കിലും 1930-കൾ തന്നെ 32-ലാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു പക്ഷേ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഖോട്ടി നിയമം എന്നുള്ള പേരിൽ മഹാരാഷ്ട്രയിലെ കർഷകർക്ക് വേണ്ടി 1-ാം തരം നിയമം അംബേദ്കർ ഉണ്ടാക്കിയിരുന്നു. ഭൂപരിഷ്കരണം സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. മാത്രമല്ല, രാജ്യത്തെ ഭൂമിയുടെ പൊതുവൽക്കരണം എന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു എന്നത് ആ കാലഘട്ടത്തിലൊരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. കാരണം ഭൂമി അധികാരത്തിൻ്റെ ചിഹ്നമാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും വിഭവാധികാരത്തിലുള്ള സ്വാതന്ത്ര്യവും ഉയർത്താത്തിടത്തോളം ബ്രാഹ്മണ്യാധികാരത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ആദ്യകാല പഠനങ്ങളിലൂടെ, പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വളരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നൊരു വിഷയമാണ് സുഹൃത്തുക്കൾ. മറ്റൊരു വിഷയം, യൂറോപ്യൻ സംഹിതയനുസരിച്ച് അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയം അനുസരിച്ച്, ചിന്തയനുസരിച്ച് സാർവത്രിക വോട്ടവകാശം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് ജനാധിപത്യം പുലർന്നുകൊള്ളണമെന്നില്ല. നമുക്കറിയാം 1920 ശേഷം പ്രത്യേകിച്ചും ബോംബെ പ്രസിഡൻസിയിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് വട്ടമേശ സമ്മേളനങ്ങൾക്ക് മുമ്പ് 1935 ഭരണഘടന, 2ാം ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെ സംബന്ധിച്ച് ഒരുപാട് ഇടപെടലുകൾ, മെമ്മറാണ്ടം അദ്ദേഹം കൊടുക്കുന്നു. ആ കാലയളവിൽ, ആ ഒരു ഇടക്കാലയളവിൽ ഒരു പക്ഷേ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്ന വിഷയത്തെ ഇത്രയും നന്നായി അവതരിപ്പിച്ച മറ്റൊരു മഹാനില്ല സുഹൃത്തുക്കളെ. അതൊന്നും കോൺഗ്രസിൻ്റെ അജണ്ടയായിരുന്നില്ല, ഗാന്ധിജിയുടെ അജണ്ടയായിരുന്നില്ല. സാർവത്രിക വോട്ടവകാശമെന്ന് 14% ജനങ്ങൾക്ക് മാത്രമേ, ഭൂവുടമവർഗത്തിനും ബ്യൂറോക്രാറ്റുകൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള യൂറോപ്യന്മാർക്ക് മാത്രം വോട്ടവകാശം ഉണ്ടായിരുന്ന രാജ്യത്ത് സാർവത്രിക വോട്ടവകാശമുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യത്തിനുള്ള വളക്കൂറുള്ള മണ്ണാകൂ എന്ന് സൂചിപ്പിക്കുകയുണ്ട്. എന്നാൽ വോട്ടവകാശം കൊണ്ട് മാത്രം ഈ രാജ്യത്തെ മർദ്ദിത വർഗങ്ങൾക്ക് പ്രതിനിധാനം സാധ്യമാകുമോ? സാധ്യമല്ല. കാരണം വോട്ട് ചെയ്യുന്ന ജനങ്ങൾ ജാതി വിഭജിതമായി നിലനിൽക്കുന്ന 5000-നും 6000-നും ഇടയിലുള്ള ജാതി, ഗോത്രവർഗ വിഭാഗങ്ങളായി, വംശീയ വിഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ മെജോറിറ്റേറിയൻ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സംവിധാനം വർഗീയ ഭൂരിപക്ഷമായി മാത്രമേ മാറൂ.
സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള വിഭജനം, അതൊരു ഗ്രേഡഡ് ഹെയറാർക്കിയാണ്, ഒരു പിരമിഡ് പോലെ കിടക്കുന്ന സമയം ഞാനൊന്നും പറയേണ്ടതില്ല. അത്തരമൊരു സമൂഹം ആഭ്യന്തരമായി വിഭജിതമായി നിലനിൽക്കുന്നിടത്തോളം ഇവിടെ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ഭൂരിപക്ഷം സാമുദായികമായ ഭൂരിപക്ഷമായിരിക്കും, വർഗീയ ഭൂരിപക്ഷമായിരിക്കും. ഈ വർഗീയ ഭൂരിപക്ഷം ഈ രാജ്യത്തെ മർദ്ദിത വർഗങ്ങളെ പ്രതിനിധാനം ചെയ്യില്ല. അതുകൊണ്ട് ഈ മെജോറിറ്റേറിയൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾ പ്രതിനിധാനം ചെയ്യപ്പെടില്ല. അതുകൊണ്ട് ഈ രാജ്യത്തെ നിസ്സവർഗങ്ങൾക്ക്, മർദ്ദിത വർഗങ്ങൾക്ക് സാമുദായികമായി വേറിട്ടൊരു അസ്തിത്വമുള്ളത് കൊണ്ട് അവർക്ക് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടായിരിക്കണം. സാമുദായികമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായി വേർതിരിക്കപ്പെടണമെന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ടായിരുന്നു. പ്രത്യേക നിയോജകമണ്ഡലത്തിൻ്റെ ആവശ്യം അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പ്രത്യേക നിയോജകമണ്ഡലം എന്ന് പറയുമ്പോൾ അത് മാത്രം ഉന്നയിക്കണമെന്ന് ഡോക്ടർ അംബേദ്കർ ഒരിക്കലും പറയുന്നില്ല. ഈ രാജ്യത്തെ ഡിപ്രസ് ക്ലാസ്സിന് നിങ്ങൾ പ്രത്യേക നിയോജകമണ്ഡലം മാത്രമാണ് അനുവദിക്കുന്നതെങ്കിൽ ഞാൻ അതിനെ എതിർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രാജ്യത്തെ മർദ്ദിത വർഗങ്ങൾക്ക് പൊതുമണ്ഡലത്തിൽ പൗരന്മാരെന്നുള്ള നിലയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും അതേസമയം തന്നെ സാമുദായികമായി വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള നിലയിൽ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും രണ്ടും ചേരുമ്പോൾ മാത്രമേ ജനാധിപത്യത്തിൻ്റെ സാധ്യതയുള്ളൂ. അതുകൊണ്ട് സാമൂഹ്യ ജനാധിപത്യത്തിൻ്റെ മൗലികമായ അർത്ഥം പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ലോകമെമ്പാടും ഇന്ന് എല്ലാ ജനാധിപത്യങ്ങളും നേരിടുന്ന പ്രതിസന്ധിയിൽ അതിൻ്റെ മൗലികമായ ഒരു സാധ്യത നൽകുന്നത് ഈ പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നാണ്. യൂറോപ്യൻ ജനാധിപത്യത്തെ, അത് അമേരിക്കൻ ജനാധിപത്യത്തെയും ബ്രിട്ടീഷ് ജനാധിപത്യത്തെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട്, ഏതായാലും USSR തകരുന്ന കാലഘട്ടത്തിൽ അംബേദ്കർ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ന്യായവാദങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമായിരുന്നു എന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റുകൾ മനസ്സിലാക്കണമെന്നാണ് അർത്ഥം. സംവരണത്തിൻ്റെ രാഷ്ട്രീയം പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് എനിക്ക് വിശദീകരിക്കാനുള്ളത്. ഇന്ത്യൻ ഭരണകൂടം, ഇന്ത്യയിലുള്ള ഈ വലിയൊരു ജനാധിപത്യ സംഹിത, ഇന്ത്യൻ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പിന്നോക്കക്കാർക്കും അവർ പ്രതിനിധാനം ചെയ്യാനുള്ള അവകാശം വേണം. അവരിപ്പോൾ പ്രതിനിധാനത്തിന് ആളില്ല സുഹൃത്തുക്കളെ. 120 പേർ MP എന്ത് സംഭവിച്ചു? ഓരോ വൈസിയും കുഞ്ഞാലിക്കുട്ടിയും ET ബഷീർ മാത്രമല്ലേ വോട്ട് ചെയ്തുള്ളൂ. എന്തുകൊണ്ട് അവർ മാത്രം വോട്ട് ചെയ്തു? ബാബറി മസ്ജിദിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഈ രാജ്യത്തവർ പൗരന്മാരല്ല എന്ന്, അല്ലെങ്കിൽ പൗരന്മാരല്ലാതാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ബാബറി മസ്ജിദ് നടന്ന സംഭവം മുതൽ അവർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങൾ വേണ്ടവണ്ണം അത് മനസ്സിലാക്കിയില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ മേൽ പശുവാദത്തിൻ്റെ പേരിൽ, നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ബോർഡറിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ കടന്നു വരുന്നു എന്നുള്ള പേരിൽ, റോഹിംഗ്യകളുടെ പേരിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അവർ ഈ ദേശത്തെ പൗരന്മാരല്ല എന്ന് ഇവിടെ സംഘപരിവാർ ശക്തികൾ ഓരോ ദിവസവും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് കാശ്മീരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ, ഇന്ത്യയെ ഒരു ശിഥിലീകരണം തടയാൻ ഇവർക്ക് സാധ്യമാകുമോ എന്ന സംശയമാണ്. ഇന്ന് രാജ്യത്ത് ഏറ്റവും ഉന്നയിക്കേണ്ട ഏറ്റവും ശക്തമായ ഒരു മുദ്രാവാക്യം ഇന്ത്യയുടെ ദേശീയ ഐക്യമാണെന്നാണ് ഞാൻ പറയുക. ഇന്ത്യയുടെ ദേശീയ ഐക്യം സാധ്യമാണെങ്കിൽ ഈ രാജ്യത്തെ ഭരണഘടന ആദിവാസികൾക്ക് നൽകിയ ഒരു ഉറപ്പ്, അവർക്ക് സ്വയം ഭരിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 244 ഭരണഘടന മറ്റു വകുപ്പുകളും 5-ാം പട്ടികയും 6-ാം പട്ടികയും അനുസരിച്ച് അവർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ജനാധിപത്യ സംവിധാനത്തിന് ബാധ്യതയുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിന് ബാധ്യതയുണ്ട്. പരമോന്നത നീതിപീഠത്തിന് ബാധ്യതയുണ്ട്. പക്ഷേ അതവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെ. അവരെ ആട്ടിയോടിച്ചു കൊണ്ടിരിക്കുകയാണ്. കാശ്മീരിൽ കൊല്ലപ്പെടുന്നത് കേവലം മുസ്ലിങ്ങളല്ല, സാധാരണ ആദിവാസികളാണ് സുഹൃത്തുക്കളെ. കാശ്മീരിലെ ആദിവാസികളെ ഒരിക്കലും ആദിവാസികളെന്ന് ഇവിടുത്തെ പത്രത്തിലെ പത്രമാന്യന്മാരും ഭരണകക്ഷികളും പറയില്ല. അവർ മുസ്ലിം തീവ്രവാദമുണ്ട്. എങ്ങനെയാണ് അവരെത്തിച്ചത്? കാശ്മീരിൽ മുഴുവൻ തന്നെ നാടോടികളും അല്ലാത്തതുമായ ആദിവാസികളാണ് സുഹൃത്തുക്കളെ. ഇതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ ആദിവാസി മേഖലകളിൽ മുഴുവൻ തന്നെ വലിയൊരു തേരോട്ടം ഈ ഭരണകൂടം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്ന് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിൽ നിന്നും പട്ടികജാതിക്കാരെയും പിന്നോക്കക്കാരെയും അവർ പുറത്താക്കുമ്പോൾ
മുസ്ലിങ്ങളെ ഈ ദേശത്തിൻ്റെ ശത്രുക്കളായി അവർ നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ വിഭജിച്ചു പോയതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇനിയൊരു പുതിയ രാഷ്ട്രമുണ്ടാക്കാൻ ശേഷിയില്ലാത്തവരാണെന്ന് നമുക്കറിയാം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദളിത് മുസ്ലിങ്ങളാണ് സുഹൃത്തുക്കളെ. കേരളത്തിൽ മാത്രമേ മറ്റൊരർത്ഥത്തിൽ അവർക്കൊരു പിന്നോക്ക സമുദായത്തിൻ്റെയോ ഒരു ശൂദ്രജാതി സ്റ്റാറ്റസോ ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ദേശീയ തലത്തിൽ ജനങ്ങൾ വേണ്ടാത്തൊരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. ഭരണഘടന അട്ടിമറി എവിടെയാണ് നടന്നിരിക്കുന്നത്? അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ആർട്ടിക്കിൾ 15 16 എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഡോക്ടർ അംബേദ്കറിൻ്റെ പ്രക്ഷോഭത്തിലെ ജീവിത സമരത്തിലെ ഏറ്റവും കാതലായ വകുപ്പുകളും അധ്യായമാണെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുക. കാരണം സമത്വം എന്ന് പറയുന്നതിൻ്റെ ഭരണഘടനയിലെ ആലേഖനം ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വകുപ്പ് ഭരണഘടനയുടെ ഭാഗം 3 പാർട്ട് 3 എന്ന് പറയുന്നതാണ്. അത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന സമത്വാവകാശത്തെ നാം നിർവചിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ വളരെ വിശദമായ ചർച്ച നടന്നതാണ്. പൗരന്, ഈ രാജ്യത്തെ പൗരന് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവേചനമില്ല എന്നുള്ള ഉറപ്പാണ് ഭരണഘടന 14 വകുപ്പ് നൽകുന്നത്. ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുമ്പാകെ എല്ലാ പൗരന്മാരും തുല്യർ. ഈ രാജ്യത്തെ നിയമത്തിൻ്റെ മുമ്പാകെ എല്ലാ പൗരന്മാരും തുല്യർ എന്നുള്ള നിലയിൽ ഒരു പ്രഖ്യാപനം ഭരണഘടനയിൽ നടത്തിയതുകൊണ്ട് മാത്രം പ്രധാനമുണ്ടോ? അതിൻ്റെ വിശദാംശം സൂക്ഷ്മതലത്തിലുള്ള വിവരങ്ങളാണ് ജോഷി സാർ നേരത്തെ ഇവിടെ വിശദീകരിച്ചത്. ഞാനതിൻ്റെ നിയമപരമായ അല്ലെങ്കിൽ ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ ലെവലിലുള്ള പ്രശ്നം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭരണഘടനയിൽ കേവലം ഒരു ഉദ്ഘോഷം നടത്തിയത് കൊണ്ട് മാത്രം ജാതി ജടിലമായ ഒരു സംവിധാനത്തിൽ സമത്വം ഒരിക്കലും സാധ്യമല്ല സുഹൃത്തുക്കളെ. അസമത്വം നിരന്തരം ബ്രീഡ് ചെയ്യുന്ന, അസമത്വത്തെ നിരന്തരം പ്രജനനം ചെയ്യുന്ന, അനസമത്വത്തെ നിരന്തരം റീജനറേറ്റ് ചെയ്യുന്ന ബ്രാഹ്മണിക്കൽ ഓർഡർ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം എവിടെയാണ് നിങ്ങൾക്ക് സമത്വം ലഭ്യമാകുക? ഒരിക്കലും സാധ്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ പട്ടികജാതി സംഘടനകളായ പല ആളുകളും, സംഘടനകൾ, പ്രബല സമുദായ സംഘടനകൾ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ കാലഘട്ടത്തിലെ വിധിയല്ല സുഹൃത്തുക്കളെ ഇത്. മണ്ഡൽ കമ്മീഷൻ കാലഘട്ടത്തിൽ VP സിംഗ് ഒരു വിജ്ഞാപനമേ കൊണ്ടുവന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഇതിപ്പോൾ ഭരണഘടനയുടെ ആണിക്കല്ലിനെ അവർ അടിച്ചു തകർത്തിരിക്കുകയാണ്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നതിൻ്റെ പ്രഖ്യാപനം, ഉദ്ഘോഷം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതാണ് 15 16 ഉള്ളത് സുഹൃത്തുക്കളെ. 15-ാം വകുപ്പിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വർഗക്കാർക്കുള്ള സംവരണത്തെക്കുറിച്ച് പറയുന്നു. സംവരണം അധികാരത്തിലെ പങ്കാളിത്തമാണ്. സുപ്രധാനമായ VP സിംഗിൻ്റെ ആ കാലഘട്ടത്തിൽ മണ്ഡൽ വിധിയുമായി ബന്ധപ്പെട്ട് VP സിംഗ് ഒരു കാര്യം പറയുകയുണ്ടായി. ഈ രാജ്യത്ത് ആകെയുള്ള തൊഴിലുകൾ, സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൊഴിലുകൾ ഏതാണ്ട് 5 ലക്ഷത്തോളം വരും. 5 ലക്ഷത്തോളം വരുന്ന തൊഴിലുകളിൽ ജനസംഖ്യാനുപാതികമാണ് ഈ പിന്നോക്ക വർഗക്കാർക്ക് നൽകുന്നത്. അത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയോ തൊഴിൽ ദാന പദ്ധതിയോ അല്ല. കാരണം ഈ രാജ്യത്ത് തൊഴിലിൻ്റെ മൃഗീയ ഭൂരിപക്ഷവും ഈ 5 ലക്ഷത്തിന് പുറത്തുള്ള സ്വകാര്യ മേഖലയിലാണ് നിൽക്കുന്നത്. ലക്ഷോപലക്ഷം കോടിക്കണക്കിന് വരുന്ന തൊഴിൽ സാധ്യതകൾ സർക്കാർ പൊതുമേഖലയിലുള്ള കേവലം വളരെ പരിമിതമായ 5 ലക്ഷത്തോളം വരുന്ന തൊഴിൽ സാധ്യതകളിൽ നൽകുന്ന സംവരണം അധികാരത്തിലെ പങ്കാളിത്തത്തിൻ്റെ പ്രശ്നമാണ്. വളരെ പരിമിതമായ എങ്കിലും വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക്, സാമൂഹിക വർഗങ്ങൾക്ക് ഞങ്ങൾക്കും ഭരണകൂടത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റുകളോട് അന്ന് VP സിംഗ് പറയുകയുണ്ടായി. അതിൻ്റെ രാഷ്ട്രീയം അവർക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ രാഷ്ട്രീയം ബ്രാഹ്മണ്യ വിചാരത്തിൽ ഇപ്പോഴും അടിമത്തത്തിൽ കിടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്കൊരു പിടികിട്ടാത്തത് കൊണ്ടാണ് ജോഷി സാർ പറഞ്ഞതുപോലെ ഏറ്റവും നിർലജ്ജമായ രീതിയിൽ എന്ത് വാക്കുകൾ കൊണ്ടും അവരെ തെറി പറഞ്ഞാൽ അവസാനിക്കാത്ത തരത്തിൽ ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിനിധാനത്തിന് അവർ കാരണമായത്. ആർട്ടിക്കിൾ 15 തുടർച്ചയായി 16 പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കുമുള്ള സർക്കാർ മേഖലയിലുള്ള പ്രതിനിധാനത്തെക്കുറിച്ചുകൂടി പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ അട്ടിമറി നടന്നിരിക്കുന്നത് അത് മാത്രമല്ല സുഹൃത്തുക്കളെ. ഭരണഘടന 46-ാം അനുച്ഛേദം ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ അസംബ്ലി
ഈ രാജ്യത്തെ ഭരണകൂടത്തിന്, സർക്കാരിന് ചില മാൻഡേറ്റുകൾ, ചില ഉത്തരവാദിത്തങ്ങൾ അർപ്പിക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും 46-ാം വകുപ്പെന്ന് പറയുന്നത്, 46-ാം അനുച്ഛേദം എന്ന് പറയുന്നത് സാമൂഹികമായ അനീതിക്ക് കാരണത്താൽ, അല്ലെങ്കിൽ സാമൂഹികമായ സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ കാരണം കൊണ്ട് ദുർബലരായ വിഭാഗങ്ങൾ, വളരെ കൃത്യമായുള്ള പദമാണ് സുഹൃത്തുക്കളെ, സോഷ്യൽ ജസ്റ്റിസിൻ്റെ നിരാകരണം കൊണ്ട്, സാമൂഹിക അനീതി കാരണം വീക്കറായ സെക്ഷൻസിന് ആവശ്യമായ നടപടികൾ, അത് നിയമനിർമ്മാണ വകുപ്പും വെൽഫെയർ ആക്ടിവിറ്റി ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ചെയ്യാൻ സ്റ്റേറ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയായിരുന്നു. വിശിഷ്യ ഇൻ പർട്ടിക്കുലർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്. പട്ടികജാതിയാകാം, പട്ടികവർഗക്കാരായിരിക്കാം, പിന്നോക്കക്കാർക്കായിരിക്കാം. ഇവരാണ് ഈ രാജ്യത്തെ സോഷ്യൽ ഇൻജസ്റ്റിസ് കൊണ്ട് വീക്കറാകുന്ന ജനവിഭാഗങ്ങൾ. അവർക്ക് വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷനോ പ്രത്യേക പരീക്ഷ നൽകുന്ന വകുപ്പുകൾ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങൾ നടത്താൻ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തുന്ന ആ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ആ ഡയറക്ഷൻ ഇവിടുത്തെ ജാട്ടുകൾക്കും പട്ടേലുമാർക്കും മറാത്തകൾക്കും തുടങ്ങിയ മർദ്ദരായ ജനവിഭാഗങ്ങൾക്ക് സംവരണം നൽകാൻ അവർ ദുരുപയോഗം ചെയ്തിരുന്നു സുഹൃത്തുക്കളെ. അവിടെയാണ് അട്ടിമറി. ഈ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തീരുമാനിച്ച ഡയറക്റ്റീവ് പ്രിൻസിപ്പളിനെ അവർ നഗ്നമായി അട്ടിമറിച്ചിരിക്കുന്നു. ഭരണഘടന കാതലായ വകുപ്പിനെ അവർ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ആരാണ് ഈ ജാട്ടുകളും മറാഠകളും ഒക്കെ? ആരാണ് ഈ പട്ടേലുമാരും ജാട്ടുകളും മറാഠകളും? നമുക്കറിയാമല്ലോ, ഏതാണ്ട് 1 വർഷക്കാലം മുമ്പ് ഇന്ത്യൻ പാർലമെൻറ്റിൽ, സുപ്രീം കോടതി പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം അട്ടിമറിക്കുകയുണ്ടായി. നമ്മളൊക്കെ ഹർത്താൽ നടത്തി അത് പരാജയപ്പെടുത്തിയാണ്. പ്രശ്നം അതല്ല, കൈർലഞ്ചി പോലുള്ള കൂട്ടക്കൊലകൾ മഹാരാഷ്ട്രയിൽ നടന്നതാണ്. കൈർലഞ്ചി കൂട്ടക്കൊലയെക്കുറിച്ച് സാമാന്യമായ ദളിതർക്കറിയാം. 1980-കൾ മുതൽ ഇന്ത്യയിൽ കാർഷിക വിപ്ലവം എന്ന് പറയുന്ന ഹരിത വിപ്ലവത്തിന് ശേഷം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ വൈരുദ്ധ്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. അസംഖ്യം കർഷക പ്രസ്ഥാനങ്ങൾ 1980-ന് ശേഷം രൂപപ്പെട്ടു. ഇന്ത്യൻ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കറിയാം. ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ വസന്തത്തിൻ്റെ ഇടിമുഴക്കവും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നൊരു യുവാവായിരുന്നു സുഹൃത്തുക്കളെ. ശരത് ജോഷിയുടെ പ്രസ്ഥാനം മഹാരാഷ്ട്രയിൽ, തമിഴ്നാട്ടിൽ നാരായണസ്വാമിയുടെ പ്രസ്ഥാനം, പിൽക്കാലത്ത് ടിക്കായത്തിൻ്റെ പ്രസ്ഥാനം, പഞ്ചാബിൽ അകാലി മൂവ്മെൻറ്റുകൾ, അത് തീവ്രവാദ പ്രസ്ഥാനമായി മാറി. എന്തായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിരുന്നത് വികസിപ്പിക്കുക, നിയന്ത്രിക്കുക എന്ന് പറയുന്ന നവകൊളോണിയൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഭാഗമായി, തന്ത്രത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ കാർഷിക മേഖലയിൽ അവർ വൻതോതിൽ മൂലധനം നിക്ഷേപം നടത്തി കർഷകരെ മധ്യവർഗമാക്കി മാറ്റുന്ന തരത്തിൽ യന്ത്രവൽക്കരണം നടത്തി. ഗോതമ്പ് കർഷകരുണ്ടായി, അവർ വലിയ വലിയ വിപ്ലവങ്ങൾ നടത്തുന്നവരായി, അവർ വലിയ സാമുദായിക ശക്തികളായി. ഇതിൻ്റെ ഭാരമാരാണ് പേറിയത്? 1975-ന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നടത്തിയ ചില നീക്കുപോക്കുകൾക്ക് ശേഷം ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക്, വിശേഷിച്ച് പട്ടികജാതിപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക നടപടികളൊന്നും ചെയ്തിരുന്നില്ല. എടുത്തു പറയാവുന്ന SCP, TSP ചില ഘടക പദ്ധതികൾ മാത്രമാണ്, നിലയിൽ കിടക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ പ്രത്യാക്രമണം മുഴുവൻ നേരിട്ടത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ദളിത് വിഭാഗങ്ങളാണ് സുഹൃത്തുക്കളെ. പിപ്രയിലും ബെൽച്ചിയിലും തുടങ്ങിയ അസംഖ്യം ഗ്രാമങ്ങളിൽ നടത്തുന്ന കൂട്ടക്കൊലകളായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് കെട്ടടങ്ങിയിട്ടില്ല. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ 10 മിനിറ്റിനകം ഒരു ദളിത് ബാലിക പീഡിപ്പിക്കപ്പെടുന്നു. കേവലം പീഡിപ്പിക്കപ്പെടുക മാത്രമല്ല, അവരെ പരസ്യമായി തൂക്കിലേറ്റുന്നു. ഇന്ത്യൻ ദളിത് യുവാക്കൾ തെരുവിൽ വേട്ടയാടപ്പെടുന്നു. മതന്യൂനപക്ഷങ്ങളെക്കാൾ വേട്ടയാടപ്പെടുന്നത് ഇന്ത്യയിൽ ദളിതരാണ്. ഗ്രാമീണ മേഖലയിൽ ഇന്ത്യയിലെ കാർഷിക പരിഷ്കരണത്തിന് ശേഷം ഇന്ത്യയിൽ കട്ടഴിച്ചു വിടപ്പെട്ട OBC ശക്തികൾ എന്ന് പറയാവുന്നതിൽ പ്രബലന്മാരായ, സവർണജാതികൾ പ്രബലന്മാരായ ജാട്ടുകളാണ് സുഹൃത്തുക്കൾ. 1980-ലും 85 കാലഘട്ടത്തിലും രൺബീർ സേനകൾ ഉണ്ടാക്കിയിരുന്ന നിങ്ങൾ മറന്നു പോകരുത്. ഈ ജാട്ടുകളാണ് രൺബീർ സേന ഉണ്ടാക്കിയിരുന്നത്.
പട്ടേൽ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ ഗുജറാത്തിലും ഇതര സംസ്ഥാനങ്ങളിലും ഇന്ന് ഹാർദിക് പട്ടേലിൻ്റെ പേരിൽ വലിയ സമരം നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ടാകാം. ഇവിടെ മറാഠ മൂവ്മെൻറ്റ്, അവരും ശക്തമാണ് മറാഠ ശക്തികൾ. എന്തായിരുന്നു ഇവരുടെ ആവശ്യമെന്ന് നിങ്ങളറിയാമോ? എന്തായിരുന്നു ഇവരുടെ ആവശ്യം നിങ്ങൾക്കറിയാമോ? ഈ മറാഠവാദ മൂവ്മെൻറ്റുകളും ഈ പട്ടേൽ മൂവ്മെൻറ്റെയും യാദവന്മാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം, ലാലു പ്രസാദ് യാദവിൻ്റെയും പ്രധാനപ്പെട്ട ആവശ്യം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം റദ്ദാക്കുക എന്നതായിരുന്നു. SC/ST അട്രോസിറ്റി നിയമം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നേരത്തെ സാറ് ഇവിടെ 15, 16, 17 വകുപ്പിൻ്റെ കാര്യം പറഞ്ഞു. അയിത്തോച്ചാടനമാണ്, അല്ലെങ്കിൽ അയിത്തം നിരോധനമാണ് 17-ാം വകുപ്പ്. അയിത്ത നിരോധനമില്ലാതെ സമത്വം സാധ്യമല്ല. അതുകൊണ്ട് 15, 16 വകുപ്പിൻ്റെ തുടർച്ചയായി 17-ാം വകുപ്പ് ഉണ്ടായേ മതിയാകൂ. അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിക്ക് മുമ്പ് 1926 മുതൽ തന്നെ ബഹിഷ്കരണം എന്ന് പറയുന്ന അയിത്തത്തിൻ്റെ രൂപമാണ്. അതുകൊണ്ട് ജനാധിപത്യ സംഹിതയിൽ സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറയുന്ന തിന്മ, അത് കറുത്ത വർഗ്ഗക്കാരുടെ, പ്രത്യേകിച്ചും ആഫ്രോ അമേരിക്കൻസിൻ്റെ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അംബേദ്കർ അത് പറയുന്നത്. അവർക്കെങ്ങനെയാണോ അമേരിക്കൻ ഭരണകൂടം അബ്രഹാം ലിങ്കൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനാധിപത്യ സംഹിതയിൽ പ്രതിനിധാനമുണ്ടായത്, തദനുസമായ പ്രതിനിധാനം ഇവിടെ സാധ്യമാകണമെങ്കിൽ അയിത്ത നിരോധന വകുപ്പ് ഇവിടെ ഉണ്ടാകണം. 17-ാം വകുപ്പ്. ഇന്ത്യയിൽ 17-ാം വകുപ്പ് ചേർത്തിട്ടും ഇന്ത്യയിൽ 25 സംഭവിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, പട്ടികജാതിക്കാർക്കും ദളിതർക്കുമെതിരെ കൂട്ടക്കൊലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആ കൂട്ടക്കൊല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കൈർലഞ്ചി കേസിൻ്റെ വിധി വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തെ പിന്നോക്കക്കാരെന്ന് പറയുന്നവരും സവർണരും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം റദ്ദാക്കണമെന്ന് പറഞ്ഞു. 1955 പൗരാവകാശ നിയമം കൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്താനായിരുന്നു ആ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത്. പക്ഷേ ഈ രാജ്യത്തെ സുപ്രീം കോടതി ഉൾപ്പെടെ ആ നിയമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പരോക്ഷമായി അവർ നിയമം അടിച്ചു കളഞ്ഞത്. എന്തായാലും ആ നിയമം ഇപ്പോഴും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനങ്ങളായ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും CPIക്കും സംഘപരിവാർ എന്ന് പറയുന്നവർക്കും ഈ അയിത്ത നിരോധന നിയമത്തിൻ്റെ ഉള്ളടക്കം അറിയാത്തത് കൊണ്ട് തന്നെ രാജ്യത്തിപ്പോഴും ദളിതർക്കെതിരെ കൂട്ടക്കശാപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു കോണ്ടക്സ്റ്റിൽ കൂടി വേണം ആർട്ടിക്കിൾ 15, 16 അട്ടിമറിച്ച് രാഷ്ട്രീയത്തെ സാഹചര്യത്തെ കാണാനുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കണ്ണു തുറക്കാത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതൊരു പ്രശ്നമാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഈ രാജ്യത്തെ പ്രബല സമുദായ പ്രസ്ഥാനങ്ങൾ, അത് KPMS ആയിരിക്കാം, അതുപോലെ പ്രസ്ഥാനങ്ങളായിരിക്കാം, ഈ പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാത്തിടത്തോളം എച്ചിൽ കഷ്ണങ്ങൾക്ക് വേണ്ടി ഇനിയും നാം ഇവരുടെ മുട്ടുമുടക്കാതെ ജനാധിപത്യത്തിനും ഈ വകുപ്പ് പുനഃസ്ഥാപിക്കാനുള്ള പ്രക്ഷോഭം ഈ നരിവാരുമാണ്. അതിൽ അടിനിരന്നേ മതിയാകും. പാർലമെൻറ്റ് നടത്തിയിരിക്കുന്ന ഈ 124-ാം ഭേദഗതി റദ്ദാക്കാനുള്ള അതിശക്തമായൊരു ദേശീയ പ്രക്ഷോഭം ഇന്ത്യയിൽ 2ാം സ്വാതന്ത്ര്യ സമരമായി പരിഗണിക്കുന്നില്ല എങ്കിൽ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രത്തിലേക്ക് കടന്നു പോകും. കേവലം തൊഴിലുള്ള എണ്ണത്തിൻ്റെ പ്രശ്നമല്ല എന്നാണ് എനിക്കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇന്ത്യയിൽ ഇന്ന് വൻതോതിൽ ആദിവാസികളും ദളിത് വിഭാഗങ്ങളും തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളും സമാനമായൊരു പാതയിലാണ്. പിന്നോക്ക ജനവിഭാഗങ്ങൾ ആടി നിൽക്കുകയാണെന്നുള്ളത് ശരിയായിരിക്കാം. എങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണമെങ്കിൽ ഈ നിസ്സവർഗങ്ങളുടെ ഏകോപിച്ചുള്ള രാഷ്ട്രീയ മുന്നേറ്റം എന്നാവശ്യമാണ്. അവരുടെ ഒരു ബഹുജൻ സമാജ് ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യയിലെ ബഹുജൻ സമാജിൻ്റെ പരീക്ഷണം ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് കുറേ കാലമായി. ആരാധ്യനായ കാംശറാംജി ആരംഭിച്ച പ്രക്ഷോഭം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്ന് ശരിയുമാണ്. UPയിലും ഇതര സംസ്ഥാനങ്ങളിലും അതിശക്തമായൊരു മുന്നേറ്റം BSPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അവരുടെ കടക്ക് കത്തിവെക്കുന്ന രാഷ്ട്രീയമായിരുന്നു ബഹുജൻ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ രാജ്യത്തെ ദളിതരും പിന്നോക്കവും മതന്യൂനപക്ഷവും ചേർന്നാൽ ബ്രാഹ്മണർക്കെതിരെയുള്ളൊരു ഭൂരിപക്ഷ രാഷ്ട്രീയം ആകും എന്ന് വിചാരിക്കുന്നത് അസമ്മതമായിരിക്കും. ഡോക്ടർ അംബേദ്കറിൻ്റെ നിരീക്ഷണം അതായിരുന്നില്ല സുഹൃത്തുക്കളെ. ബഹുജൻ രാഷ്ട്രീയം ഇന്ത്യയിൽ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ അന്ന് തന്നെ ഡോക്ടർ അംബേദ്കർ നിശിതമായ വിമർശനം ജിന്നക്കെതിരെ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു.
ബ്രാഹ്മണർക്കെതിരെയുള്ള യുദ്ധത്തിൽ ബഹുജൻ കോമ്പസിഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. കാൻഷിൻ രാഞ്ചിയുടെ രാഷ്ട്രീയം അമാൽഗമേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള അമാൽഗമേഷൻ, ഏകദാനമേതിൽ അവർ വിലയം പ്രാപിക്കണം എന്നതായിരുന്നു കാൻഷിൻ രാഞ്ചിയുടെ രാഷ്ട്രീയം. പ്രത്യക്ഷത്തിൽ അത് ശരിയാണെന്ന് തോന്നാം. അത് രാഷ്ട്രീയ ഭൂരിപക്ഷം നേടാനുള്ള ഒരു സ്ട്രാറ്റജി മാത്രമേ ആകുന്നുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ രാഷ്ട്രീയ ഭൂരിപക്ഷം നേടിയാലും നിങ്ങൾ പ്രതിനിധീകരിക്കപ്പെടണമെന്നില്ല. പ്രതിനിധീകരിക്കപ്പെടണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അലകും പിടിയും തന്നെ മാറ്റിമറിച്ച് ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഈ രാജ്യത്തെ മർദ്ദിത വർഗങ്ങൾക്ക് ഭരണഘടനാപരമായ പ്രതിനിധാനം വേണം. സംവരണം അതാണ് സുഹൃത്തുക്കളെ. നമ്മൾ പ്രതിനിധീകരിച്ചു എന്ന് അവകാശപ്പെടുന്ന 100-ലേറെ വരുന്ന MP-മാരും നിശബ്ദമായി പോയി എന്നത് അവൻ നമ്മുടെ പ്രതിനിധാനം ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ആ പ്രതിനിധാനം സാധ്യമാകണമെങ്കിൽ ഒരു പക്ഷേ 1930-കളിൽ അംബേദ്കർ തീവ്രമായി ഉന്നയിച്ച പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക നിയോജകമണ്ഡലവാദം ഉന്നയിച്ചുകൊണ്ടേ ഒരു പക്ഷേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ നിരീക്ഷണം. പ്രത്യേക നിയോജകമണ്ഡലവാദം എന്ന് ഒരു പക്ഷേ ഡിപ്രസ് ക്ലാസ് എന്നുള്ള നിലയിൽ പട്ടികജാതിക്കാരുടേത് മാത്രമാകണമെന്നില്ല. നവകൊളോണിയൽ കാലഘട്ടത്തിൽ സത്വപരമായി വേറിട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും, വിശിഷ്യ ബ്രാഹ്മണർക്കെതിരെ ശക്തമായി നിലനിൽക്കാൻ ബാധ്യതയുള്ള ബ്രാഹ്മണിസത്തിൻ്റെ വാഹകരെന്നൊരു പക്ഷേ അംബേദ്കർ തന്നെ നിരീക്ഷിച്ച സ്ത്രീകളുടെ അവകാശത്തിൽ കേവലം 33%, 50% സംവരണമുണ്ടായതുകൊണ്ടും അവർ പ്രതിനിധീകരിക്കപ്പെടില്ല. അവിടെയും സവർണ സ്ത്രീകളായിരിക്കും കടന്നു വരുന്നത്. അതായിരുന്നു സ്ത്രീകളുടെ സംവരണത്തിൻ്റെ വിഷയത്തിൽ, പ്രതിനിധാനത്തിൻ്റെ വിഷയത്തെ OBC സംഘടനകൾ എതിർത്തുകൊണ്ടിരുന്നത്. സ്ത്രീകൾക്ക് യഥാർത്ഥ പ്രതിനിധാനം സാധ്യമാകണമെങ്കിൽ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകൾക്ക് പ്രത്യേകം പ്രതിനിധീകരിക്കപ്പെടാനുള്ള അവർക്കും സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണം. ഈ രാജ്യത്തെ ട്രാൻസ്ജെൻഡറുകൾക്ക് അനുമതി നൽകുന്നുണ്ടല്ലോ, പ്രതിനിധാനം നൽകുന്നുണ്ടല്ലോ, നല്ലത് തന്നെ. വ്യക്തിപരമായ അവകാശത്തിന് വേണ്ടി സ്വർഗരതിക്കാർക്ക് സുപ്രീം കോടതി അവകാശം ഉണ്ടല്ലോ, നല്ലത് തന്നെ. മുതലാളിത്ത ലോകത്തിൽ നിന്നും വരുന്ന ഒട്ടേറെ വ്യക്തിഗത അവകാശങ്ങളുടെ കാര്യത്തിൽ ഈ രാജ്യത്തെ നീതിപീഠം മുന്നോട്ട് പോകുന്നുണ്ട്, പാർലമെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ട്, നല്ലത് തന്നെ. പക്ഷേ ഇന്ത്യ ഒരു മുതലാളിത്ത രാജ്യം മാത്രമല്ല. ഇന്ത്യ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ബ്രാഹ്മണ്യത്തിൻ്റെ നീരാളിക്കമികൾ നിരന്തരം അമർത്തിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹൈന്ദവ രാഷ്ട്രം കൂടിയാണ്. അവിടെ പ്രത്യേക പ്രതിനിധാനമില്ലാതെ മർദ്ദിത ജനവർഗങ്ങൾക്ക് ജനാധിപത്യമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ ഭരണഘടനയുടെ 15ഉം 16ഉം റദ്ദാക്കിയ ആ വിധിയോടുകൂടി നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലാതായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾക്കും എനിക്കും ഇപ്പോൾ പൗരത്വമില്ല സുഹൃത്തുക്കളെ. റോഹിംഗ്യൻ മുസ്ലിങ്ങളെപ്പോലെ അനാഥരായ മനുഷ്യരാണ് നമ്മൾ. നിങ്ങൾക്ക് പൗരത്വം വേണമെങ്കിൽ പ്രതിനിധാനം വേണം. നിങ്ങൾക്ക് പൗരത്വം വേണമെങ്കിൽ നമുക്ക് പ്രതിനിധാനം വേണം. ആ അർത്ഥത്തിലാണ് നേരത്തെ ഇവിടെ പരാമർശിച്ച OYCയുടെയും E.T. മുഹമ്മദിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ശബ്ദം ചെറിയ പ്രതീക്ഷ നൽകുന്നത്. ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീക്ഷ ഈ ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും മുസ്ലിം പ്രതിനിധികൾക്കെതിരെയുള്ള പ്രതിനിധാനത്തിൻ്റെ വിഷയമല്ല, ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പം ദീർഘമായി സംസാരിച്ചു പോയി എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും ഈ വേളയിൽ ഈ തെരുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് പറയേണ്ടത്. പ്രത്യേകിച്ചും ലോക്സഭ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയുന്ന രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ നോവിക്കേണ്ട ആവശ്യം നമുക്കില്ല. അവരെയും കൂടി തിരുത്താനുള്ള നടപടിയാണ് നമ്മൾ എടുക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ ഇതുപോലുള്ള എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ തുടരേണ്ടതുണ്ട്. അത് വലിയ മൂവ്മെൻ്റ് ആകണം. എന്തായാലും നമ്മൾ മാർച്ച് 28-ന് രാജ്ഭവനിലേക്ക് ഒരു റാലിയും അന്ന് കേരളത്തിലെല്ലാ പട്ടികജാതിപട്ടികവർഗ സംഘടനകളും മതന്യൂനപക്ഷ സംഘടനകളും എല്ലാം തന്നെ ഒത്തുചേരുന്നുണ്ട്. അത് വിജയിപ്പിക്കാനുള്ള ഒരു നടപടി കൂടി നിന്ന് എടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു ഭരണഘടനാ അവകാശ സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ ഒരു സമിതി രൂപീകരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാ വിഭാഗങ്ങളുമായി യോജിച്ച ഒരു പ്രക്ഷോഭ മുന്നണിയാകുമ്പോൾ തന്നെ ഇത് ദേശീയ തലത്തിൽ എത്തിക്കാനുള്ള ആദിവാസികളുടെയും ദളിതരുടെയും കൂടാതെ സാറോട് പരാമർശിക്കാത്ത മറ്റൊരു വിഷയം, ദേശീയ തലത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള നമ്മുടെ സംവരണവും പ്രതിനിധാനവും എടുത്തു കളയുന്ന തരത്തിൽ ഒരു 13 പോയിൻ്റ് റോസ്റ്റർ എന്ന് പറയുന്ന ഒരു വിപത്ത് കൂടി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. ആ വിഷയത്തെയും നമ്മൾ പ്രശ്നവൽക്കരിക്കേണ്ടതുണ്ട്. എയ്ഡഡ് മേഖലയിൽ സംവരണം ഉൾപ്പെടെ എന്തായാലും ഒരു ആത്യന്തിക സമരത്തിന് നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ കേന്ദ്ര വിഷയം സംവരണമാകണം, ഭൂമി സംവരണമായിരിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സംസാരിക്കുന്നു. നിങ്ങൾക്ക് ജയ് ഭീം.